Next is variation of stopping potential V0 with frequency mu. അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഗ്രാഫാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഫ്രീക്വൻസിയാണ് കേട്ടോ. ഈ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി, വൈ ആക്സിസിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അത് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഫ്രീക്വൻസി കൂടുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുമെന്ന് നമുക്ക് ഇതിനു മുമ്പ് പഠിച്ചിരുന്നു. ഫ്രീക്വൻസി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി, ഈ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കൂടുമ്പോൾ ഇവിടുന്ന് വരുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ നല്ല കൈനറ്റിക് എനർജിയിൽ വരുന്ന ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നല്ലൊരു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേണം. അപ്പോൾ മോർ ഫ്രീക്വൻസി റിക്വയേഴ്സ് മോർ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്തോറും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടേണ്ട വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കണമെങ്കിൽ ഒരു മിനിമം ഫ്രീക്വൻസി വേണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും അല്ലേ? μ0 നമുക്ക് അങ്ങനെ ഡിനോട്ട് ചെയ്യാം. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ ഒരു വിസിബിൾ ലൈറ്റ് ഉപയോഗിച്ചാലൊന്നും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കില്ല. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കുന്നില്ലെങ്കിൽ അവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ടേം വരുന്നേ ഇല്ല. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കുമ്പോഴാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ μ0നേക്കാളും കൂടുതലാണെങ്കിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കുകയുള്ളൂ. മിനിമം ഫ്രീക്വൻസി എങ്കിലും ലൈറ്റിന് ഉണ്ടാവണം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഫ്രീക്വൻസി കൂട്ടുകയാണ് ഗ്രാജുവലി. ഈ വരുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കട്ട് ഓഫ് ഫ്രീക്വൻസിനേക്കാളും ഗ്രാജുവലി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ലീനിയർലി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുള്ള കാരണം എന്താണെന്ന് അറിയാമല്ലോ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസി കൂടുന്തോറും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. കണ്ടില്ലേ? അപ്പോൾ കണ്ടില്ലേ, ഫ്രീക്വൻസി കൂട്ടുന്തോറും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. ഇത് എല്ലാ മെറ്റലിനും പല ഗ്രാഫായിരിക്കും. ഇത് സപ്പോസ് മെറ്റൽ എക്കാണെന്ന് വിചാരിക്കുക. മനസ്സിലായല്ലോ? മെറ്റൽ എക്കാണ് ഇത്. വേറൊരു മെറ്റലാണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും, μ02 അല്ലേ? ഇപ്പോൾ ഈ പ്ലേറ്റ് മാറ്റി, സിങ്ക് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഷീറ്റ് മെറ്റാലിക് പ്ലേറ്റ് ആണ് വെക്കണമെങ്കിൽ അവിടെ വ്യത്യാസം വരും, കട്ട് ഓഫ് ഫ്രീക്വൻസി വ്യത്യാസം വരും. ഇവിടുത്തെ സി എന്ന് പറയുന്ന മെറ്റലില്ലേ, അത് മാറ്റുമ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസി മാറും. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. അപ്പോൾ മെറ്റൽ എ മാറ്റിക്കഴിഞ്ഞിട്ട് മെറ്റൽ വേറൊരു മെറ്റലാക്കി കഴിഞ്ഞാൽ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടില്ലേ മാറിയത്? പക്ഷേ നേരത്തെ പറഞ്ഞ സിമിലർ ഗ്രാഫ് തന്നെയാണ്, സ്ട്രെയിറ്റ് ലൈൻ പാരലലായിട്ട് തന്നെ വരും. ഫ്രീക്വൻസി കൂടുന്തോറും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടിക്കൊണ്ടേയിരിക്കും. ഓൺലി ഡിഫറൻസ് ഈസ് കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ വ്യത്യാസം ഉണ്ടാവും മെറ്റൽ മാറ്റുമ്പോൾ, അത്രയും വ്യത്യാസമുള്ളൂ. ഈ ഗ്രാഫ് ക്ലിയർ ആയല്ലോ?